സംഘർഷമാണെന്ന് മനസ്സിലാക്കുന്നു. നിയമപരമായ സംരക്ഷണം ഉള്ളതുകൊണ്ട് തന്നെയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇയാൾക്ക് ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകിയത്. എന്നാൽ ഈ കുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ അവസരം നൽകിയത് നീതികേടാണ് എന്ന് ചിന്തിക്കുന്ന പതിനായിരങ്ങൾ ഇപ്പോൾ ഈ വെള്ളിമാടുകുന്നും കോഴിക്കോടും അതുപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ദീപക് തരവണം വീണ്ടും ചേരുന്നു. ദീപക്, പ്രതിഷേധം അവസാനിച്ചില്ല ഇനിയും? വണ്ടി അങ്ങോട്ട് പോയി രാജി, ആ വണ്ടി അങ്ങോട്ട് പോയി. തള്ളിക്കയറാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഈ സംഘർഷത്തിലേക്ക് പോകുന്നത്. പോലീസ് തടയുന്നു, പോലീസുമായി കയ്യേറ്റമായി. ഇതിനിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ, ഒരു ക്യാമറാമാൻ പോലീസിന് നേരെ MSF പ്രവർത്തകർ അതിക്രമം കാണിക്കുന്ന ദൃശ്യങ്ങൾ ചിത്രീകരിക്കുമ്പോൾ കേരള വിഷന്റെ ക്യാമറാമാൻ സജി തറയിലിന് നേരെ അവനെ ഇടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിന് പോലീസ് നടപടികളിലേക്ക് കടക്കുകയാണ്. അതിന്റെ പരാതികളുമായി പൊതുവിൽ ഒരു സംഘർഷം വലിയ രീതിയിലേക്ക് പോകുമ്പോൾ പോലീസ് അതിനെ അറസ്റ്റ് ചെയ്ത് നീക്കിയതുകൊണ്ട് മാത്രമാണ് സംഘർഷത്തിന് അയവ് വന്നത്. ഓക്കെ, ദീപക് തരമണമാണ് വിവരങ്ങൾ നൽകിയത്. വെള്ളിമാടുകുന്ന് ജുവനൈൽ ഹോമിൻ്റെ മുന്നിലാണ് MSFിൻ്റെ പ്രതിഷേധം നടന്നത്. ആ പ്രതിഷേധത്തിന് അയവ് വന്നു കഴിഞ്ഞു. പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞു. കാരണം ഈ 5 പ്രതികൾക്കും പരീക്ഷ എഴുതാൻ അവസരം നൽകിയതാണ് ഈ MSF പ്രവർത്തകരെ പ്രകോപിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.